ഹായ്, ഓൺ ദ സ്പോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സബാൻ. ഇന്ന് നമ്മുടെ കൂടുതൽ രണ്ട് കിടിലൻ വ്യക്തികളുണ്ട്. ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന പടത്തിൻ്റെ കിടിലൻ പടത്തിൻ്റെ അടിപൊളി ചിരിച്ചു മെടുക്കുന്നു. ഞാൻ ഇന്നലെ പോയി കണ്ട് ചിരിച്ചു മെടുത്ത സത്യത്തിൽ. അപ്പോൾ ആ പടത്തിൻ്റെ രണ്ട് മെയിൻ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അവരിലേക്ക് കിടന്നാലോ? കുറേ വിശേഷങ്ങൾ അറിയാണ്ട് നമുക്ക് പടത്തിൻ്റെ അല്ലേ, കിടക്കാം, പോവാം. ഇത് ഹരി, ഇത് വിൽസൺ. അറിയാലോ, ഹരി ഒരു ന്യൂ ഫേസ് ആണ്. പക്ഷേ വിൽസൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ നേരം എന്ന പടത്തിൽ അല്ലേ? നേരം എന്ന പടത്തിന് ശേഷം സെക്കൻഡ് മൂവി. അതെ അല്ലേ, സെക്കൻഡ് മൂവി എന്ന് പറയാൻ ആദ്യം നേരത്തിന് മുമ്പ് 2 മൂവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലർവാടി ആർട്സ് ക്ലബ്ബ്, അത് കഴിഞ്ഞ് ലാസ്റ്റ് ബെഞ്ച്. തേർഡ് മൂവി നേരത്തിലാണ് ഒരു നല്ലൊരു ക്യാരക്ടർ റോൾ കിട്ടുന്നത്. മറ്റേലൊക്കെ ഒരു 2 ഡയലോഗ് റോൾസും. മലർവാടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പടം അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മുടെ ഇതിൽ ഞാൻ ഈ പേര് കേട്ടപ്പോൾ ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ 4-5 പേരുടെ ക്യാരക്ടറുമായിട്ട് എന്തെങ്കിലും ബന്ധം, ഈ പേരിടാനുള്ള ഒരു ബന്ധം? നേരം എന്നുള്ള പേരാണ്. അല്ലല്ലോ, ഞാൻ ബിവെയർ ഓഫ് ഡോഗ്സ്. സോറി അത് ഉണ്ട്. അതായത് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ക്യാരക്ടേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ്. ഡൊമിനിക്, ഓമനക്കുട്ടൻ, ദെൻ ഗൗതം, സണ്ണി, ഉമ്മൻ എന്ന് പറയുന്ന. ഞാൻ ഡൊമിനിക്കാണ്. ഞാൻ കാര്യം ചോദിച്ചെന്താ അറിയോ, ബിവെയർ ഓഫ് ഡോഗ്സ് നമ്മുടെ വീടിന് മുമ്പിലൊക്കെ സാധാരണ ഡോഗ്സ് ആയിട്ട് ഞങ്ങളുടെ ക്യാരക്ടറിന് സമയം. ഡോഗ്സ് അല്ല, ഈ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ടല്ലോ. കാരണം ഒരു വീടിന് മുമ്പിൽ നമ്മൾ സാധാരണ കാണുന്ന എന്താ, ഒരു വീടിന്റെ മതിലിന്റെ മുമ്പിൽ എഴുതി വെക്കും ബിവെയർ ഓഫ് ഡോഗ്സ്, ഉള്ളിൽ പട്ടിയുണ്ട്. അപ്പം പക്ഷെ ഇതിനകത്ത് കാണിക്കുന്ന വെച്ചാൽ ഉള്ളിൽ 4-5 ആൾക്കാരുണ്ട്, പേടിക്കുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു പേരിന്റെ ഒരു എന്താണ് ഒരു പ്രത്യേകത തോന്നിയത് നിങ്ങൾക്ക് ഈ കഥ കേട്ടപ്പോ? അതായത് നമ്മുടെ ഒരു സാമ്യമുണ്ട്. അതായത് ആ ടൈറ്റിലിന് ക്യാരക്ടറായിട്ടല്ല, അത് എല്ലാവരും സ്വഭാവമായിട്ട്. ഈ പേരുകൾ എടുത്തിട്ട് പേരിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മുടെ ഹൗസ് ഓണർ നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു പേരാണ് ഡോഗ്സ്. നമ്മുടെ പേരാണ് സുല്ലേട്ടന്റെ ക്യാരക്ടറിന് അതിന്റെ പേര് തുളസീധരൻ പിള്ള എന്നാണ്. പുള്ളി ഞങ്ങളെ വിളിക്കുന്ന പേരാണ് ഡോഗ്സ്. പുള്ളിയുടെ ഞങ്ങളെ നേരിട്ട് വിളിക്കില്ല, പുള്ളി ബാക്കിയുള്ളവരടുത്ത് പറയുന്നത്, പ്രേക്ഷകരോട് പറയുന്ന ഒരു സംഭവം. ഓക്കെ, എനിക്ക് പിന്നെ തോന്നിയെന്ന് വെച്ചാൽ ഈ 5 പേരുടെ ഇപ്പം പുതിയൊരു ഡയറക്ടർ വിഷ്ണു അല്ലേ, വിഷ്ണു പുതിയ ഡയറക്ടറാണ്. അപ്പം ഹരി ഇപ്പം ഇതിനു മുമ്പ് ഹരിയല്ല, പിന്നെ വിൽസൺ ചെയ്തിട്ടുണ്ടല്ലോ, മുമ്പ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ എന്തൊരു വ്യത്യസ്തത എന്തെങ്കിലും തോന്നിയത്? വിൽസൺ മുമ്പ് ചെയ്ത ക്യാരക്ടർ ഒരു ഭയങ്കര ഗെറ്റപ്പ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ദെൻ സെക്കൻഡ് ചെയ്ത ക്യാരക്ടർ ഒരു വെറൈറ്റി, ആ ഒരു എനിക്ക് ഭയങ്കര ഫീൽ തോന്നി ആ ഒരു. അങ്ങനെ വെറൈറ്റി ഒന്നും പിടിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് ഞങ്ങളെങ്ങനെയാണോ അതുപോലെ തന്നെ ബിഹേവ് ചെയ്യായിരുന്നു ഞങ്ങളെല്ലാവരും. ഇപ്പോൾ ബാസിയാണെങ്കിലും ശേഖറാണെങ്കിലും ഹരിയാണെങ്കിലും സഞ്ജു എല്ലാവരാണെങ്കിലും ഞങ്ങളെങ്ങനെയാണോ അതുപോലെ തന്നെ ബിഹേവ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. അത് ഞങ്ങളെ ഫ്രീ ആക്കി, അങ്ങനെയല്ല ഫ്രീ ആക്കി വിടായിരുന്നു. കാരണം ആ ഒരു ഒരു കോമ്പിനേഷൻ എന്താ പറയാ, വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ്. ശല്യമല്ല, ഞങ്ങള് ജീവിക്കാൻ വേണ്ടി കാണിക്കുന്നത് മറ്റുള്ളവരൊക്കെ ശല്യം ആയതുകൊണ്ടാണ്. എല്ലാവർക്കും ശല്യമായി മാറും. ഞങ്ങള് ബേസിക്കലി പാവങ്ങളാണ്, നല്ല ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും. പക്ഷെ പലർക്കും പല ക്യാരക്ടറുകളാണ്, പല പല സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ട് വന്നവർ. ഭയങ്കര എല്ലാ യങ്സ്റ്റേഴ്സിനുള്ള പരിപാടികളാണ്. വാടക സമയത്തിന് കൊടുക്കാൻ, കാരണം എല്ലാ ഫാമിലി ഇപ്പം വാടകയ്ക്ക് വീട് കൊടുക്കുന്ന ഇപ്പൊ എറണാകുളത്തൊക്കെ, നമ്മുടെ ഈ എറണാകുളത്തൊക്കെ ഒരുപാട് അല്ലേ, അപ്പൊ അവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് താമസിപ്പിച്ചാൽ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് റൂം കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. വാടക കൊടുക്കില്ല, പിന്നെ ഭയങ്കര രസമുള്ള ഒരുപാട് സംഭവങ്ങൾ അല്ലേ. അതിനിടയിൽ ഹൗസ് ഓണർക്ക് ഒരു മകളും കൂടി ഉണ്ടെങ്കിൽ ഉറക്കം വരുന്നില്ല രാത്രി, ടെൻഷൻസ്. എനിക്ക് തോന്നുന്നത് ഹൗസ് ഓണറുടെ മകളുടെ പുറകെ നടക്കാത്ത ഒരു ക്യാരക്ടർ ഹരിയുടെ മാത്രമായിരുന്നു അല്ലേ. ബാക്കി ഒരു പെണ്ണുങ്ങളുടെയും പുറകെ എനിക്ക് പെണ്ണുങ്ങളോട് താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഹരിയുടെ ക്യാരക്ടറിന്. ഈ യഥാർത്ഥ ജീവിതത്തിൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു വായ നോക്കുന്ന ഒരു ക്യാരക്ടർ അല്ല, അതിലൊരു ജോലി വേണം, ആത്മാർത്ഥമായിട്ട് കുടുംബം നോക്കണം എന്നുള്ള ക്യാമറയ്ക്ക് മുമ്പിൽ ആൾക്കാർ ഓടുമെന്ന് അറിയില്ല. അപ്പൊ ഹരിയുടെ ക്യാരക്ടറെ കുറിച്ച്
ഫക്കരേൻ്റെ ഫസ്റ്റ് പടമാണ് നമ്മുടെ ഹരി, ഒരു ഫേസ് ആണ്. എങ്കിലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്യാരക്ടർ. ഹരിക്ക് കിട്ടിയ എത്രയോടെ ക്യാരക്ടറാണ്. അപ്പോൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഹരി ഒന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉമ്മൻ എന്നാണ്. കൊച്ചിയിൽ വന്നിട്ട് ജോലി നോക്കി തേടി നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. കയ്യിൽ അത്യാവശ്യം പൈസ കുറവൊക്കെ ഉണ്ട്, പൈസക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുനിലേട്ടൻ്റെ വീട്ടിലുള്ള എല്ലാം എടുത്ത് യൂസ് ചെയ്യല്, അതുപോലെ തന്നെ അവരുടെ പത്രമാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് വേണ്ട ഇന്റർവ്യൂവിനുള്ള കട്ട് ചെയ്തെടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാം ഞാൻ മാത്രമല്ല ഇവരും. ഞങ്ങൾ കട്ട് ചെയ്യണ പരിപാടിയിലാണ്. ഞാൻ വാടക കൊടുക്കാത്ത. അപ്പോൾ അതില് ഞാനാകെ ചെയ്യുന്ന ആളുടെ പത്രം എടുക്കുന്നു എന്നുള്ളൂ, ബാക്കി എല്ലാ ശല്യം ഇവരാണ് ചെയ്യുന്നത്. ഞാനൊരു നല്ല പയ്യനായതുകൊണ്ട് ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി തപ്പി നടക്കുന്നു, കിട്ടുന്നില്ല, പിന്നെ ജോലി കിട്ടുന്നു. അവസാനം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിലും പകുതി പറഞ്ഞു ഞാൻ ജോലി കിട്ടി പോവും, എന്നാലും എന്നെ ശല്യം ചെയ്യാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വരും വരെ കൂടിയിട്ട് പോണ്ടിച്ചേരിയിലേക്ക്. അവിടെ ഇവർ കാണിച്ചു കൊടുക്കുന്ന പ്രശ്നങ്ങൾ അവസാനം അവിടെ എൻ്റെ ജോലി കളയും. അങ്ങനെ ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് പോകുന്നത്. ഇവരുടെ ശല്യമാണ് മെയിനായിട്ട്. അപ്പം നമ്മുടെ ഹരി പറഞ്ഞു വരുന്നത് വിൽസൺ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ശല്യമുള്ള ക്യാരക്ടറാണ്. നമുക്ക് വിൽസോട് ചോദിക്കാം ഇങ്ങനെ തന്നെ പറയണം. അതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഡൊമിനിക് എന്ന് പറഞ്ഞാൽ ഡൊമിനിക്കാണ് ആദ്യം വരുന്നത് വീട്ടിലേക്ക്. എന്റെ അങ്കിളാണ് അവിടെ ആദ്യം താമസിച്ചത്. എനിക്ക് വീട് താമസിപ്പിക്കുകയാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് പുള്ളി വരുന്നത്, മനസ്സിലായോ? പുള്ളിക്ക് ഞാനൊരു താമസിക്കാനൊരു ഹെൽപ്പൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാം, വളരെ മോശമാണ്, ഞങ്ങള് ബുദ്ധിമുട്ടിച്ചു. ഞാൻ പോകുന്നവരെ അത്രയും പ്രോബ്ലം ഇല്ലായിരുന്നു. ഞാൻ പോയിട്ട് ശേഖരന്റെ ക്യാരക്ടർ പഠിച്ച്. പക്ഷെ ഞാൻ വേറെ കാര്യം എന്താ പറയുക, ഞാൻ ഈ പടം മുഴുവൻ കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ ഈ ക്യാരക്ടറുടെ പേര് മാത്രം ഓർമ്മ നിൽക്കുന്നില്ല സത്യമായിട്ട്. ചില ഉമ്മൻ, പിന്നെ വേറെ എന്തായിരുന്നു, വേറെ ഡൊമിനിക്, ഗൗതം, ഓമനക്കുട്ടൻ. നമുക്ക് ഓമനക്കുട്ടൻ ക്യാരക്ടർ അത് പറയാം അല്ലേ? നമ്മൾ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയ ക്യാരക്ടറാണ്. പുള്ളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും ഒപ്പിക്കുന്നത് പുള്ളിയാണ്. എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത്. എവിടുന്ന് പുറത്തെ നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് ക്യാരക്ടർ. ഞാൻ ജോലി കിട്ടി പോവാണ്. ഞാൻ പോയതിനു ശേഷം ഇവർക്ക് വാടക ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡൊമിനിക്കിനാണെങ്കിൽ വിൽസനാണെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഐഡിയ ആണ്. അതെനിക്ക് മനസ്സിലായി. ചില സമയങ്ങളിൽ നമ്മൾ ഒരാളെ ഫോക്കസ് ചെയ്യും, കയ്യിൽ പൈസ ഉണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യില്ലേ, അങ്ങനെ ഒരു ഐഡിയ. ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു റിച്ച് ഫാമിലി കാശെടുത്ത് എറിയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു സ്റ്റേജിൽ പുള്ളി നമ്മുടെ ഒപ്പം വരികയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഈ ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പുള്ളീനെ കൂടെ റെന്റ് ഷെയർ ചെയ്യാൻ എന്നുള്ള രീതിയിൽ, പിന്നെ എൻ്റെ ബിസിനസ് പ്ലാനും കാര്യങ്ങളൊക്കെ പുള്ളിനെ കൊണ്ട് സാധിച്ചെടുപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിനെ കൂട്ടാണ്. എല്ലാരും കൂടി ദുരുദ്ദേശം മാത്രം മനസ്സിൽ വെച്ച് അങ്ങനെ കൂട്ടാണ്. അത് പ്രശ്നങ്ങളാവണം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. വീട്ടിൽ അവന് നോക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവന് ജോലിയുടെ ആവശ്യമില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ അവനെ എടുത്തു കൊണ്ടുവന്നതാണ്. പക്ഷെ അവൻ അവിടെ ഒരു മരണമായിരുന്നു എന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് ഏറ്റവും രസമായിട്ട് തരുമോ, ഒരാൾ ബാത്റൂമിലേക്ക് അങ്ങ് പോകുന്ന ഇങ്ങോട്ട് ക്ലോസറ്റൊക്കെ പൊട്ടിച്ച് കയ്യിൽ പിടിച്ച് ഇറങ്ങി വരുന്നൊരു സീനല്ലേ ക്ലോസറ്റ് പോലത്തെ. കുറെ ഇപ്പം പടം കണ്ട ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫണ്ണി ഇൻസിഡൻസ് ഉണ്ട്. അതായത് ഇതുവരെ കാണിക്കാത്ത ക്ലീഷേ ടൈപ്പ് സാധനങ്ങളല്ലാതെ പുതിയ കുറെ സംഭവമുണ്ട്. ആ കല്ല് ഒഴിയുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. പുതിയ കുറെ സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒന്നരാണ് മനസ്സിലായത്, ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ കല്ലൊഴിഞ്ഞാൽ പോവും. കോൺസെൻട്രേഷൻ മാറ്റാന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു ഒറിജിനലായിട്ട് ഇങ്ങനെ കല്ലൊഴിഞ്ഞാൽ മുട്ടില്ലേ എന്ന്. അങ്ങനെ വെറുതെ കോൺസെൻട്രേഷൻ മാറ്റിക്കാനുള്ള സംഭവം. പക്ഷെ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തും ചെയ്തു പോകും. പക്ഷെ ഭയങ്കര ഒരു വെറൈറ്റി ഫീൽ ചെയ്തായിരുന്നു. എല്ലാ കോമഡി ആയാലും ഇപ്പം സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു പണ്ട് കാലം തൊട്ട് ഒരു തുറന്നു വരുന്ന ഒരു കോമഡികളുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ കാണിച്ചത് അതെനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തായിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങൾ ഒന്ന് പറയാം. നിങ്ങൾ കാരണം കുറേ ചെറുപ്പക്കാർ
കുറച്ച് പേര് പുതിയ ആൾക്കാർ. ഞങ്ങൾ കാരണം എന്തെങ്കിലും ലൊക്കേഷനിൽ പ്രശ്നം ഫണ്ണിയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവും അല്ലേ, രസകരമായിട്ടുള്ള മറക്കാൻ പറ്റാത്ത കുറെ സംഭവങ്ങൾ. കേരളത്തിലെ ചെറുപ്പക്കാർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഉദ്ദേശിച്ചത്. ആദ്യം ഞങ്ങൾ കൊച്ചിയിലാണ് ഞാൻ പോയിരുന്നത്, കോട്ട കൊച്ചിയിലായിരുന്നു. അതിലെ മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ പേര് പറയുന്നില്ല, ആ വീടിന്റെ ഹൗസ് വന്നത് ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ മതി. പുള്ളിക്കാരൻ ഒരു ഭയങ്കര കഥാപാത്രം, ഒരു ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ ഫാനാണ്. ഒരു ദിവസത്തിൽ ഒരു 3 മൂവി കാണും. ഒരു എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങണ പുള്ളി രാവിലെ 6-7 മണിക്ക് ആകുമ്പോഴത്തേക്കും റെഡി ആയിട്ട് കുട്ടപ്പനായിട്ട് നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ലൊക്കേഷനിൽ പുള്ളി ഇപ്പൊ ഭയങ്കര കട്ട ലാലേട്ടൻ ഫാനാണ്. രാവിലെ ഒരു 7 മണി തൊട്ട് ലാലേട്ടന്റെ പടങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. പുള്ളി ഫുൾ സൗണ്ട് വെച്ചിട്ട് TV ഇപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ആണെങ്കിൽ ഒരു കട്ടിലുണ്ട്, കട്ടിലില് ഇങ്ങനെ കടന്നിട്ട് പുള്ളി ഫുൾ സൗണ്ടില് മുകളിൽ ഡയലോഗ് പറയുമ്പോഴേക്കും ഇതൊക്കെയാണ് നീ പോ മോനെ ദിനേശ ഈ സാധനങ്ങളൊക്കെ സൗണ്ട് ഇങ്ങനെ ചിലപ്പോ വേറെ പടമായിരിക്കും, സ്പിരിറ്റ് ആയിരിക്കും കാണാം. പിന്നെ സ്പിരിറ്റിന്റെ മൂഡിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ഏതോരോ പടങ്ങൾ കാണുമ്പോ ആ മൂഡിലായിരിക്കും ആളായിട്ട്. പുള്ളിനെ ജാക്കി എന്ന് വിളിച്ചോണ്ട് നമ്മള് 6-ാം തമ്പുരാൻ കണ്ടുമ്പോ ജഗന്നാഥ സ്റ്റൈലൊക്കെ ആണെങ്കിൽ അതെ 6-ാം തമ്പുരാൻ കണ്ടുമ്പോഴത്തേക്കും പുള്ളി മുണ്ടെടുത്തിട്ട് വരും, കോസ്റ്റ്യൂം ഒക്കെ മാറ്റി. അങ്ങനെയാ നല്ല. ഞങ്ങൾക്ക് 2 കോസ്റ്റ്യൂം ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ആൾക്ക് 3-4 ഗെറ്റപ്പ് ചേഞ്ചിലായിരിക്കും ആ ദിവസം. അതെ.